ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ദോശക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. എണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കടലപ്പരിപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും, അപ്പോൾ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ തീ കുറച്ചിട്ടിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കാനായിട്ട്. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഒരു 10-15 ചെറിയ ഉള്ളി അതുകൂടി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് എരിവില്ലാത്ത 2-3 ഉണക്കമുളകാണ് ചേർക്കുന്നത്. കാശ്മീരി മുളകായാൽ ഏറ്റവും നല്ലത്. എരിവ് കുറവുള്ളവർക്ക് ഈ ഒരു മുളക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ ഒപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് സവാള അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്നുകൂടി നമ്മൾ കടലപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണെങ്ങാനും തേങ്ങയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളിയുടെ പുളി മാത്രം മതിയാവും, അതുകൊണ്ട് തക്കാളി മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വരണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഡ്രൈ ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തക്കാളി വെന്ത് വന്നാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം വേണമെങ്കിൽ നമുക്ക് പുളിയോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഒക്കെ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച കടലപ്പരിപ്പുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം, ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കാം. കാശ്മീരി മുളക് പൊടി കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു എരിവ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തരി എരിവ് നോട്ടേന്ന് വിചാരിച്ചിട്ട് ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് കൂടുതലൊന്നുമില്ല, കുറച്ച് എരിവ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തീരെ വെള്ളം ചേർക്കേണ്ടതില്ല. നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ. ഒരു 1-1.5 സ്പൂണോളം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതലാവണ്ട. ഇതൊരു തിക്കായിട്ടുള്ള ചട്നിയാണ്. ഇപ്പോൾ ഇതേപോലെ ഈ ഒരു ലൂസ് മതിയാവും കേട്ടോ. ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നതായിരിക്കും ഇതിന് ടേസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മൾ മറ്റുള്ള ചമ്മന്തി ഒക്കെ കൂടി കൂട്ടുമ്പോൾ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി ഞാൻ അതൊന്ന് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒരു വലിയ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ഈ താളിപ്പിനെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോകളായിട്ട് വരുമ്പോഴേക്കും ഓക്കെ, ബൈ.